ഇന്ന് പോകുന്നത് ഹൈദരാബാദിലെ 7 ടൂംസിലേക്കാണ്. ഗോൾക്കൊണ്ട ഭരിച്ചിരുന്ന കുത്തബ് ഷാഹി സുൽത്താൻമാരെ അടക്കിയിരിക്കുന്നത് അവിടെയാണ്. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്റർ ദൂരമുണ്ട് 7 ടൂംസിലേക്ക്. വലതുവശത്ത് കാണുന്നതാണ് സ്ഥലം. മുന്നിൽ കുത്തബ് ഷാഹി ടൂംസ് എന്നെഴുതിയ കവാടം കാണാം. ഇത് ഇബ്രാഹിം ബാഗ് എന്നാണ് അറിയപ്പെടുന്നത്. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം. ചുറ്റുമതിലിനുള്ളിലേക്ക് കയറി. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. 10 രൂപയാണ് ചാർജ്. ഉള്ളിലേക്ക് നടന്നു. ഇവിടെ കുത്തബ് ഷാഹി ഹെറിറ്റേജ് പാർക്കിൻ്റെ ഒരു മാപ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ കുടീരവും എവിടെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററും ഉണ്ട്. അതിനുള്ളിലേക്ക് കയറി. 1991 7 ടൂംസിൻ്റെ ചിത്രമാണിത്. ഇത് 2018 ഈ സ്ഥലം എങ്ങനെയിരുന്നു എന്ന് കാണിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് കാണാൻ പോവുകയാണ്. ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ചിത്രം. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഫോർട്ടിലേക്ക്. ഇത് സുൽത്താൻ അബ്ദുള്ള കുത്തബ് ഷായുടെ ചിത്രം. ഈ സുൽത്താൻ്റെ ശവകുടീരമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. പഴമയ്ക്ക് കുറച്ചുകൂടി കരുത്തു പകരാൻ എന്നവണ്ണം ഒരാൽമരം നിൽപ്പുണ്ട്. കണ്ടിട്ട് കുറേ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ആലിൻ്റെ വേരുകൾ പരിസരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഇവരെല്ലാം 7 ടൂംസ് കാണാൻ വന്നവരാണ്. കണ്ടിട്ട് തെലങ്കാനയിൽ തന്നെ ഉള്ളവരാണെന്ന് തോന്നുന്നു. ഇതാണ് സുൽത്താൻ അബ്ദുള്ള കുത്തബ് ഷാ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. 400 വർഷം മുൻപ് ഹൈദരാബാദ് ഭരിച്ച സുൽത്താൻ. അന്ന് ഗോൾക്കൊണ്ട രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച താഴികക്കുടം. ഈ ടൂംസ് കാണുമ്പോൾ അറിയാം രാജ്യത്തിൻ്റെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി. ലോകത്തിലെ രത്ന വ്യാപാര കേന്ദ്രമായിരുന്നല്ലോ ഗോൾക്കൊണ്ട കോട്ട. ഒരാൾ പൊക്കമുള്ള വലിയൊരു തറയിലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. അതിശയിപ്പിക്കുന്ന ഒരു നിർമ്മിതി. 2 നിലകളിലായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. അതിനടുത്തേക്ക് നടന്നു. പിതാവ് മുഹമ്മദ് കുത്തബ് ഷാ മരിച്ചപ്പോൾ സുൽത്താന് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമ്മ ഹയാത്ത് ബെഡ്ഷി ബീഗമാണ് രാജ്യം ഭരിച്ചിരുന്നത്. വലുതായപ്പോൾ 1646 യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം പിടിച്ചെടുത്തു. പക്ഷേ അധികം താമസിക്കാതെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് ഗോൾക്കൊണ്ടയുടെ ഭരണം സൂത്രത്തിൽ കൈക്കലാക്കി. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുൽത്താൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. മൂത്ത മകളെ ഔറംഗസേബിൻ്റെ മകൻ മിർസ മുഹമ്മദിന് വിവാഹം ചെയ്തു കൊടുത്തു. പടവുകൾ കയറി മുകളിലെത്തി. കുടീരത്തിനടുത്തേക്ക് നടന്നു. ഒരു വശത്ത് സ്മാരകത്തെ പശ്ചാത്തലമാക്കി കുറേ സന്ദർശകർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർക്ക് ശല്യമാകാതെ സ്മാരകത്തിൻ്റെ ഒരു വശത്തുകൂടി അകത്തേക്ക് നടന്നു. ഇത് സ്മാരകത്തിൻ്റെ വരാന്ത. സുൽത്താൻ്റെ ഭാര്യമാരായ പ്രേമാവതിയുടെയും താരാമതിയുടെയും കുടീരങ്ങൾ തൊട്ടപ്പുറത്തുണ്ട്. 2 പേരും നന്നായി ഡാൻസ് കളിക്കുന്നവരായിരുന്നു. ആ കാര്യങ്ങൾ പിന്നീട് പറയാം. വലതുവശത്തെ വാതിലിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചു. 46 വർഷം ഹൈദരാബാദ് ഭരിച്ച സുൽത്താൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. മധ്യഭാഗത്തായി സുൽത്താനെ അടക്കം ചെയ്തിരിക്കുന്നു. 1672 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. സുൽത്താന് 3 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. 3ാമത്തെ മകളുടെ ഭർത്താവായ അബ്ദുൽ ഹസൻ കുത്തബ് ഷാ രാജ്യഭരണം ഏറ്റെടുത്തു. അദ്ദേഹം താനാഷാ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഔറംഗസേബ് അദ്ദേഹത്തെ തടവിലാക്കി മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയി. അവിടെ ജയിലിൽ കിടന്നു മരിച്ചു. അതോടുകൂടി ഗോൾക്കൊണ്ടയിലെ സുൽത്താൻമാരുടെ ഭരണം അവസാനിച്ചു. താഴികക്കുടത്തിൻ്റെ ഉൾഭാഗത്ത് അലങ്കാരപ്പണികൾ ചെയ്തിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും പ്രചാരത്തിലില്ലായിരുന്ന ഒരു കാലത്താണ് ഇത് നിർമ്മിച്ചതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇവിടുത്തെ നിശബ്ദത 400 കൊല്ലം മുൻപുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വശത്തെ ഇടുങ്ങിയ ഒരു വാതിൽ കാണാം. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. പുൽമൈതാനത്ത് നടുവിലുള്ള കല്ല് വിരിച്ച പാതയിലൂടെ അബ്ദുള്ള കുലി കുത്തബ് ഷായുടെ ഭാര്യമാരായ താരാമതിയുടെയും പ്രേമാവതിയുടെയും സ്മാരകത്തിനടുത്തേക്ക് നടന്നു.